മെയ് 19 ഞായറാഴ്ച ശുക്രൻ സ്വന്തം രാശിയായ ഇടവരാശിയിലേക്ക് മാറുകയാണ്. ശുക്രന്റെ ഈ രാശിമാറ്റത്തിൽ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിലവിൽ വ്യാഴം ഇടവരാശിയിൽ നിൽക്കുന്നുണ്ട്. അതായത് അസുരഗുരുവായ ശുക്രനും ദേവഗുരുവായ വ്യാഴവും ഇടവൻ രാശിയിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. വ്യാഴവും ശുക്രനും ഇടവൻ രാശിയിൽ കാർത്തിക നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ്. രണ്ട് ബലവാന്മാരായ ഗ്രഹങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു എന്ന സവിശേഷതയും ഉണ്ട്. ശുക്രൻ ശുഭഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ലൗകിക ജീവിതത്തിൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. കളത്രം, സംഗീതം, കല, നൃത്തം, വാഹനം, വീട്, മറ്റ് ആഡംബര വസ്തുക്കൾ എന്നിവയുടെ കാരകനാണ് ശുക്രൻ. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യം, ദാമ്പത്യം, കുടുംബം, വിവാഹം, വാഹനയോഗം, ഭൂമിയോഗം എന്നിങ്ങനെയുള്ള എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേരുന്നത്. ശുക്രന്റെ ഈ രാശിമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ശുക്രന്റെ സ്വന്തം നക്ഷത്രങ്ങളായ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രങ്ങൾക്കാണ്. ഇനി വരുന്ന ഒരു വർഷം ഇവർക്ക് ഭാഗ്യത്തിൻ്റെ കാലഘട്ടമായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭാഗ്യങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി അടിക്കും എന്ന് തന്നെ പറയാം. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാനോ പണയത്തിലുള്ളവ വീണ്ടെടുക്കാനോ സാധിക്കും. ചിട്ടിയോ കുറിയോ ഒക്കെ ഉള്ളവർക്ക് നറുക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി ഭാഗ്യം ലഭിക്കാൻ പോകുന്നത് ഇടവ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം, അര എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുടെ രാശിയിലൂടെയാണ് ഇപ്പോൾ ശുക്രൻ സഞ്ചരിക്കുന്നത്. ഒപ്പം വ്യാഴവുമുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് ശുഭഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക്, അതായത് കാർത്തിക, രോഹിണി, മകയിരം എന്നീ നക്ഷത്രക്കാർക്ക് ലഭിക്കും. ഇവർക്ക് കടബാധ്യത, ആരോഗ്യ പ്രശ്നങ്ങൾ, വഴക്കുകൾ എല്ലാം വിട്ടുമാറി പോകുന്ന കാലമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ധനലാഭം വന്നു ചേരും. വിദേശ ജോലി ലഭിക്കാനുള്ള സമയമാണ്. സ്വന്തമായി ഭൂമി വാങ്ങാനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. അടുത്ത ശുക്രന്റെ മറ്റൊരു രാശിയായ തുലാം രാശിയാണ്. അതുകൊണ്ട് തന്നെ തുല്യ പ്രാധാന്യം ഈ രാശിക്കാർക്ക് ലഭിക്കും. തുലാം രാശിയിലെ നക്ഷത്രങ്ങളായ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രക്കാർക്കും സൗഭാഗ്യത്തിൻ്റെ കാലഘട്ടമായിരിക്കും വരാൻ പോകുന്നത്. ധനലാഭം വന്നു ചേരും. ജോലിയിൽ ഉയർച്ച വരാനുള്ള സമയമാണ്. ഉയർന്ന പദവി ആഗ്രഹിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പദവി മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ ലഭിക്കും. അടുത്തതായി ഭാഗ്യം ലഭിക്കുന്നത് ശുക്രന്റെ ദൃഷ്ടിയിൽ വരുന്ന വൃശ്ചികം രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കാണ് ഇനി ശുക്രന്റെ ഭാഗ്യം വന്നു ചേരുന്നത്. ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടിയിൽ വരുന്നതിനാൽ ബലം കൂടുതൽ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുക. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജാതക പ്രകാരം ഇപ്പോൾ ശുക്രദശയാണോ നടക്കുന്നത്, അതല്ല മറ്റേതെങ്കിലും മഹാദശയാണോ, അതിൽ ശുക്രൻ്റെ അപഹാരമാണോ എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ളവർക്കായിരിക്കും മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്നത്. ജാതകം പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ പരിഹാര മാർഗം ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നമസ്കാരം.